എഫ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഏത് കാര്യമായാലും കുറേ കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, എന്തും. എന്നാൽ ദൈവം നന്മകൾ തരുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരുമോ? കാരണം ഓരോ ദിവസവും പുതുതായി എന്തെങ്കിലും നന്മയുണ്ടാകും. എന്നാലും ചിലർക്ക് എല്ലാത്തിലൊരു മടുപ്പ് വരും. പ്രസംഗം, പാട്ട് തുടങ്ങി പലതിലും. അതാരുടെയും കുറ്റമല്ല. പിശാചിന് ശ്രദ്ധ മാറ്റിവിടണ്ടേ, അതാണ് അവൻ്റെ ആവശ്യം. പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. എന്നോടൊപ്പം ഇപ്പോൾ യാത്രയ്ക്ക് കുറച്ച് പേരേ ഉള്ളൂ. അവരെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നല്ലോ. അങ്ങനെ തന്നെ നമുക്ക് യാത്ര തുടരാം. ലൈക്ക്, കമൻറ്റ് മറക്കാതെ തന്നോളൂ. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ. എത്ര സ്തുതിച്ചാലും മതിയാവില്ലല്ലോ നാഥ, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. അത്ഭുതമായും അതിശയമായും എന്നെ നീ മെനഞ്ഞത് ഓർത്തിടുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ലല്ലോ നാഥ, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. അത്ഭുതമായും അതിശയമായും എന്നെ നീ മെനഞ്ഞത് ഓർത്തിടുമ്പോൾ കാൽവരിനാഥൻ്റെ സ്നേഹമെന്നെ കാരുണ്യത്തോടെ വിളിച്ചിടുന്നു. കാൽവരിനാഥൻ്റെ സ്നേഹമെന്നെ കാരുണ്യത്തോടെ വിളിച്ചിടുന്നു. കാട്ടൊലിവായ എന്നെ ഒരു നാൾ നാട്ടൊലിവോടവൻ ചേർത്തു വച്ചു. കാട്ടൊലിവായ എന്നെ ഒരു നാൾ നാട്ടൊലിവോടവൻ ചേർത്തു വച്ചു. എത്ര സ്തുതിച്ചാലും മതിയാവില്ലല്ലോ നാഥ, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. അത്ഭുതമായും അതിശയമായും എന്നെ നീ മെനഞ്ഞത് ഓർത്തിടുമ്പോൾ അത്ഭുതമായും അതിശയമായും എന്നെ നീ മെനഞ്ഞത് ഓർത്തിടുമ്പോൾ സ്വർഗീയ സൗഭാഗ്യം എല്ലാം വെടിഞ്ഞു നീ പാപിയാമെന്നെയും നേടുവാനായി. സ്വർഗീയ സൗഭാഗ്യം എല്ലാം വെടിഞ്ഞു നീ പാപിയാമെന്നെയും നേടുവാനായി. വിണ്ണിൽ നിന്നും വന്ന ജീവന്റെ അപ്പം നീ, ജീവനേകുന്നൊരു പുതിയ മന്ന. വിണ്ണിൽ നിന്നും വന്ന ജീവന്റെ അപ്പം നീ, ജീവനേകുന്നൊരു പുതിയ മന്ന. എത്ര സ്തുതിച്ചാലും മതിയാവില്ലോ നാഥ, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. അത്ഭുതമായും അതിശയമായും എന്നെ നീ മെനഞ്ഞത് ഓർത്തിടുമ്പോൾ അത്ഭുതമായും അതിശയമായും എന്നെ നീ മെനഞ്ഞത് ഓർത്തിടുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ലല്ലോ നാഥ, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല.